ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ, വളരെ സഹികെട്ട അവസ്ഥയിലാണ് ഹണി റോസ് ഇങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നു. താങ്കളുടെ പരാമർശങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും ഉള്ളതാണ്. ഒരു തിരുത്തലിനുള്ള സാധ്യതകളുണ്ടോ, അതോ നിയമപരമായി താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണോ താങ്കളുടെ തീരുമാനം? ഇത് ആക്ച്വലി ഞാൻ അറിഞ്ഞു, കുറച്ച് നേരത്തെയാണ് ഇങ്ങനെ പരാതി കൊടുത്തു എന്ന് അറിഞ്ഞത്. കൊടുത്തത് ഹണി റോസിന്റെ പോസ്റ്റില് വളരെ ഞാൻ പറയാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ച് എനിക്ക് പകരം അതിന്റെ വേറെ തരത്തിലുള്ള പല രീതി. ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, കേൾക്കാമോ? നിരന്തരം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന നിലയ്ക്കാണ് ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നത്. അവർ എടുത്തു പറഞ്ഞ കാര്യം, താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിച്ചോളൂ, ഞാൻ ഭാരതത്തിന്റെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു എന്ന വരികളോടുകൂടിയാണ് ഇന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. ഒപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകി തന്റെ പേരും ചിത്രങ്ങളും ഒക്കെ വച്ചു തന്നെ നിങ്ങൾ ഈ പരാതി നൽകണം എന്നാണ് ഹണി റോസ് നമ്മളോട് പ്രതികരിക്കുമ്പോഴും പറഞ്ഞത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന അധിക്ഷേപമാണ്. അതിനോട് ചുവടുപിടിച്ച് മറ്റു പലരും ഇത്തരം അശ്ലീല കമന്റുകൾ അടക്കം ഇട്ട് സഹികെട്ട അവസ്ഥയിൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇങ്ങനെ പോയാൽ എന്ന് കരുതിയ സ്ഥലത്തു നിന്നാണ് ഇങ്ങനെ ഒരു പരാതിയിലേക്ക് പോകുന്നതെന്നാണ് ഹണി റോസ് വ്യക്തമാക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ തുടരുന്നുണ്ട്, അങ്ങേക്ക് തുടരാം. ഓക്കെ. അപ്പൊ അതുപോലെ മോശമായ കമന്റുകൾ പലരും ഹണി റോസിന്റെ പോസ്റ്റിൽ ഇട്ടിരുന്നു, ഞാനും കണ്ടിരുന്നു. അത് വളരെ വിഷമമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് പരാതി പോയിരുന്നത്. പക്ഷേ അവിടെ ഞാൻ പറയാത്ത കാര്യങ്ങൾ, ഞാൻ 2 പ്രാവശ്യമാണ് ഇവരെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത്. 2 പ്രാവശ്യം ഓഫ് കോഴ്സ് അവരൊരു ഫെയിം ആയതുകൊണ്ട് നമ്മൾ മാർക്കറ്റിംഗ് സെയിൽസിന് വേണ്ടി അവരെ ക്ഷണിച്ചു. നമ്മൾ സ്റ്റേജിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അവരെ കുന്തി ദേവി എന്ന് ഞാൻ ഉപമിക്കുകയുണ്ടായി. പക്ഷേ അതിപ്പോ കുറെ മാസങ്ങളായി അതൊക്കെ. പക്ഷെ അതില് മോശമായ വാക്കുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ കുന്തി ദേവി എന്ന് ഞാൻ പറയുമ്പോൾ ബോച്ചെ അങ്ങനെയാവും ചിന്തിച്ചിട്ടുണ്ടാവുക വേറെ തരത്തിൽ എന്ന് പറഞ്ഞ് പലരും കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഇതുവരെ മോശമായ, വളരെ മര്യാദയോടുകൂടി വളരെ ഇതിലുമാണ് പെരുമാറിയിട്ടുള്ള. അവരും തിരിച്ച് അങ്ങനെ തന്നെയായിരുന്നു, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്നോടൊരു വ്യക്തി വൈരാഗ്യം ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഞാൻ ആകെ 2 പ്രാവശ്യമാണ് ഇവരെ കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു ഉദ്ഘാടനത്തിന് ഞാൻ ചീഫ് ഗസ്റ്റ് ആയിരുന്നു, അവര് ഇനാഗ്രേഷൻ ആയിരുന്നു എന്നല്ലാതെ അപ്പോഴും കണ്ടിരുന്നു, വളരെ വർത്താനമൊക്കെ പറഞ്ഞ് പിരിഞ്ഞതാണ്. പക്ഷേ എന്താണ് ഇപ്പൊ പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായി കാണും. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വാക്കെടുത്തുകൊണ്ട് പലരും അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ച്. താങ്കൾ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ പല വിധത്തിൽ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇതിനോടനുബന്ധിച്ചുള്ള കമന്റുകളും ഒക്കെ താങ്കൾ കാണുന്നതാണ്. അപ്പോൾ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ രീതിയിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കും ഇനിയെങ്കിലും എന്ന് പറയാൻ കൂടി തയ്യാറാകുന്നുണ്ടോ ഈ സമയത്ത്? തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ഓരോന്ന് വരുമ്പോ പലരുടെ അടുത്തും ഞാൻ ഡാൻസ് കളിക്കാറുണ്ട്, ഇതുപോലെയൊക്കെ പറയാറുണ്ട്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇനിയിപ്പോ ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് മാനസിക വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരാളെ വിഷമിക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ പോകില്ല. അല്ലെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ അടുത്തും വളരെ ഫ്രണ്ട്ലി ആണ്, ആരെയും വിഷമിപ്പിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോവാത്ത ആളാണ്. ഇടയ്ക്ക് ഇതുപോലെയുള്ള തമാശകളൊക്കെ പറയും, എല്ലാവർക്കും അറിയുന്നതാണ്. വേറെ ഉദ്ദേശങ്ങളോ കാര്യങ്ങളോ അതിന് ആരെയും മോശമാക്കാൻ ഒരിക്കലില്ല. ഒന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അവരെ ക്ഷണിച്ചിട്ടുള്ളതാണ്. അവർ വന്നിട്ട് നമ്മൾ ഭംഗിയായിട്ട് അത് മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ ഒഴിവാക്കാൻ കൂടി ശ്രമിക്കുക. ഇപ്പോൾ താങ്കൾ ഇത് ഈ നിലപാട് അറിയിക്കുന്നു. ഹണി റോസ് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ്. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. വളരെ നന്ദി പ്രതികരിച്ചതിനും. ശരി, എസ് രാഗിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ, ഹണി റോസിന്റെ വാക്കുകൾ കൃത്യമാണ്. അവരുടെ ആദ്യ ദിവസത്തെ പ്രതികരണത്തിലും ഇന്ന് വന്ന ഫേസ്ബുക്ക് പോസ്റ്റിലുമൊക്കെ. കാരണം കാലങ്ങളായി സഹിക്കുന്നതാണ്. നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ മുഖമില്ലാത്ത ആളുകൾ എന്തൊക്കെ രീതിയിൽ ആളുകളെ, ഇപ്പോൾ രാഷ്ട്രീയക്കാരെ ആകട്ടെ, സിനിമാക്കാരെ ആകട്ടെ, അല്ലെങ്കിൽ നമുക്ക് വ്യക്തിവൈരാഗ്യം തീർക്കാൻ ആളുകളെ ആകട്ടെ, എന്തും ഏതും വിളിച്ചു പറയുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർക്കൊക്കെ എതിരെയുള്ള ഒരു വലിയ മുന്നറിയിപ്പായി സത്യത്തിൽ ഈ കേസ് മാറണമെന്നാണ് കേരളത്തിലെ മര്യാദയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പൊതുസമൂഹം ഇഷ്ടപ്പെടുന്നത്. ആ നിലയ്ക്ക് തന്നെ പോലീസ് കൈകാര്യം, അത്രത്തോളം ഗൗരവത്തോടെ തന്നെ പോലീസ് ഈ വിഷയം കൈകാര്യം ചെയ്യുമല്ലോ അല്ലേ?
വളരെ ബോൾഡായി തന്നെ ഹണി റോസ് പരാതിയുമായി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തി ഇക്കാര്യങ്ങൾ ബോധിപ്പിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നിയമത്തിൻ്റെതായിട്ടുള്ള നടപടികൾ പോലീസിന് സ്വീകരിക്കേണ്ടി വരും. അത് വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ തന്നെ ഉണ്ടാകും. നേരത്തെ ഹണി റോസ് നൽകിയ പരാതിയിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കുമ്പളം സ്വദേശി ഷാജി അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന് മോശം കമന്റ് ഇട്ടതിന് സ്വാഭാവികമായിട്ടും ഇത്തരം മോശം കമന്റ് ഇടുന്നവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോലീസും നീക്കുന്നത്. കാരണം 20ഓളം പേരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ അറസ്റ്റും ഉണ്ടാകും. അപ്പോഴാണ് ഇപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതിയുമായി എത്തിയിരിക്കുന്നത്. അതിൽ തുടർച്ചയായ രീതിയിൽ അശ്ലീല പരാമർശങ്ങൾ നടത്തി അധിക്ഷേപിച്ചു എന്നതാണ് അവരുടെ പരാതി. അത് സോഷ്യൽ മീഡിയയിലടക്കം പല തലങ്ങളിലൊക്കെ തന്നെ അത് വരികയും ഒക്കെ ചെയ്തിരുന്നു. അതിനുള്ള കമന്റ്, ബോബി ചെമ്മണ്ണൂരിന്റെ കമന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പരാതിയുമായി പോയത്. മാത്രമല്ല പലതവണ ഇത്തരത്തിൽ ഇങ്ങനെ ഉണ്ടാകരുതെന്ന കാര്യം അവർ പറഞ്ഞിരുന്നതായും പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇത്തരത്തിൽ ഈ പണത്തിന്റെ ഹുങ്ക് താങ്കൾ വച്ചുകൊണ്ടിരുന്നോളൂ, ഭാരതത്തിലെ നിയമ സംവിധാനത്തിന്റെ ശക്തിയിൽ താൻ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അത് അവസാനിപ്പിക്കുന്നത്. അതിലൂടെ തന്നെ വളരെ ശക്തമായ ഒരു നിലപാടിലേക്ക് ഹണി റോസ് എടുത്ത് മുന്നോട്ട് ശരിയാണ് രാഗിൻ.